ലൈവ് വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സൺസിറ്റി ജുവലറി പത്തനാപുരം, വിജയകൃഷ്ണ ജുവലറി പുനലൂർ, ഇലഗൻ ഇവന്റ്സ് കാറ്ററിംഗ് പത്തനാപുരം, പവിത്രം ജുവലറി പുനലൂർ, പാലിത്ര ഫാഷൻ ജുവലറി പുനലൂർ, തോട്ടുകടവിൽ പുനലൂർ, ജോസ് ടെക്സ്റ്റൈൽസ് പുനലൂർ. Pure golden beauty. My dream girl. For your wedding. Sun City Golden Diamonds, Main Road, Pattanapuram. 100% BIS Hallmark Gold. ദേവ സ്റ്റാർ ഹോംസ് കെട്ടിട നിർമ്മാണം സ്വപ്ന സമാനമാക്കുവാൻ ദേവ സ്റ്റാർ ഹോംസിൽ വശ്യചാരുതയാർന്ന വർണ്ണവിസ്മയം ഒരുക്കിയിരിക്കുന്നു. ബാത്റൂമിന്റെ ഭംഗിയും ശുചിത്വവും ദേവ സ്റ്റാർ ഹോംസിലൂടെ ലോകോത്തര നിലവാരം പുലർത്തുന്നു. ഇലക്ട്രിക്കൽ, ഗ്ലാസ് വാഷ് ബേസിൻ, മിറർ, ബാത്റൂം ഫിറ്റിംഗ്സ്, മോഡുലാർ കിച്ചൺ, പ്ലംബിംഗ്, ടൈൽസ്, സാനിറ്ററി, പെയിന്റ്, ഫർണിച്ചർ, ഗ്രാനൈറ്റ്, സിമെന്റ്, CP fancy items. Best quality product is our responsibility. Deva Star Homes, Punalur, Pattanapuram. BIS 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ എക്സ്ക്ലൂസീവ് ഷോറൂം വിജയകൃഷ്ണ ജുവല്ലേഴ്സ്, കൊട്ടാരക്കര, പുനലൂർ, ചടയമംഗലം. പുനലൂർ ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് നിയർ എക്സൈസ് സർക്കിൾ ഓഫീസ്, തൊളിക്കോട്, പുനലൂർ. എല്ലാവിധ ബ്രാൻഡഡ് കമ്പനികളുടെയും വിപുലമായ ശേഖരം. ബ്രാൻഡഡ് കമ്പനികളുടെ ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് ഐറ്റംസ്, സാനിറ്ററികൾ, ലൈറ്റ് ഫിറ്റിംഗ്സ്, ഫാൻസി ലൈറ്റുകൾ, ന്യൂ ജനറേഷൻ LED ലൈറ്റുകൾ എന്നിവ മിതമായ നിരക്കിൽ ഇവിടെ നിന്നും ലഭിക്കുന്നു. ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് നിയർ എക്സൈസ് സർക്കിൾ ഓഫീസ്, തൊളിക്കോട്, പുനലൂർ. സേവ് ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടർ. വെറൈറ്റി ലേഡീസ് കളക്ഷൻസിന്റെ നവീകരിച്ച ഷോറൂം പുനലൂർ SPTക്ക് സമീപം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. മാച്ചിങ് മാല, വള, കമ്മൽ, ഹെയർ ക്ലിപ്പ് എന്നിവയ്ക്കും ഇവിടെ പ്രത്യേക സെലക്ഷൻസ് ഒരുക്കിയിരിക്കുന്നു. ഷഹനാസ്, ലാക്മേ, ഐറ്റൻസ് ഡാസ്ലർ, മെബ്ലിൻ, ലോറിയൽ, ലോട്ടസ്, റെവലോൺ കൂടാതെ നിരവധി പ്രമുഖ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ, കൂടാതെ ലേഡീസ് ബാഗുകൾ, പേഴ്സുകൾ, ക്ലേഷ് ബാഗുകൾ, ഗിഫ്റ്റ് ടോയ്സ്, ഫ്ലവേഴ്സ്, ക്ലേഷ് ഐറ്റംസ്, ചുരിദാർ മെറ്റീരിയൽസ്, ബ്രൈഡൽ കളക്ഷൻസ്, ഡാൻസ് ഓർണമെന്റ്സ്, ഭരതനാട്യം സെറ്റ് എന്നിവയും ഇവിടെ ലഭ്യമാണ്. എല്ലാ ഉൽപ്പന്നങ്ങളും നിർമ്മിക്കുന്ന സ്ഥലങ്ങളിൽ നിന്നും നേരിട്ടെത്തിക്കുന്നതിനാൽ ഹോൾസെയിൽ വിലയിൽ നിങ്ങൾക്ക് ലഭിക്കുന്നു. വെറൈറ്റി ലേഡീസ് കളക്ഷൻസ്. പൊന്നു വാങ്ങുമ്പോൾ പൊന്നു സമ്മാനം, നറുക്കെടുപ്പോ ഭാഗ്യ പരീക്ഷണമോ ഇല്ല. ഓരോ പവൻ സ്വർണത്തിനുമൊപ്പം ഒരു ഗോൾഡ് കോയിൻ തികച്ചും സമ്മാനമായി സ്വന്തമാക്കാം. പൊന്നു വാങ്ങൂ, പൊന്നു സമ്മാനമായി നേടൂ. ഇടിമണിക്കൽ ജുവലറിയിൽ വളകലക്കം. അപൂർവ സുന്ദരങ്ങളായ വളകളുടെ 1000-ലേറെ ഡിസൈനുകൾ. പൊന്നു വാങ്ങുമ്പോൾ പൊന്നു സമ്മാനം. ഈ ഓഫർ ഒക്ടോബർ 15 വരെ മാത്രം. ഇടിമണിക്കൽ ജുവലറി, പുനലൂർ. ഇടിമണിക്കൽ ഫാഷൻ ജുവലറി, ചങ്ങനാശ്ശേരി, കാഞ്ഞിരപ്പള്ളി, മുണ്ടക്കയം, മുക്കുട്ടുതറ, ചിറ്റ, റാന്നി. ചോയ്സ് ഹോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചർ, കുന്നിക്കോട്. ഫോൺ 0475-232-3867, 232-4133. കുന്നിക്കോട്ടെ ഏറ്റവും വലിയ ഡാറ്റ ഷോറൂമായ ചോയ്സിനോടൊപ്പം ഈ വർഷത്തെ പൊന്നോണം ആഘോഷിക്കൂ. ഓരോ പർച്ചേസിനും ഉറപ്പായ സമ്മാനം. ഒന്നാം സമ്മാനം 1 കിലോ സ്വർണം അല്ലെങ്കിൽ മെഴ്സിഡസ് ബെൻസ് കാർ. രണ്ടാം സമ്മാനം 10 ആൾട്ടോ കാറുകൾ. മൂന്നാം സമ്മാനം 25 ഹോണ്ട ബൈക്കുകൾ. നാലാം സമ്മാനം 500 LED ടിവികൾ. അഞ്ചാം സമ്മാനം 1000 മിക്സികൾ. കൂടാതെ വിൽപ്പനയിലും വിൽപ്പനാനന്തര സേവനത്തിലും വിലക്കുറവിലും ഗുണനിലവാരത്തിലും എന്നും മുൻപന്തിയിൽ. ഈ ഓണത്തിന് ചോയ്സിന്റെ മാത്രം സ്പെഷ്യൽ ഓഫർ. തടിയിൽ നിർമ്മിച്ച സെറ്റി സെറ്റ്, ദിവാൻ കോട്ട്, ഡബിൾ കോട്ട് കട്ടിൽ, ഡബിൾ മെത്ത, ബെഡ്ഷീറ്റ്, സ്റ്റീൽ അലമാര, 3 ജാർ മിക്സി, 2 ബർണർ ഗ്ലാസ് ടോപ്പ് സ്റ്റൗ, പ്രഷർ കുക്കർ, ചുബി കുക്കർ, ടൊമാറ്റോ പോട്ട്, അയൺ ബോക്സ് എന്നിങ്ങനെ 70,000 രൂപ വില വരുന്ന 12 ഐറ്റം ഗൃഹോപകരണങ്ങൾ 50% ഓഫറിൽ വെറും 34,990 രൂപയ്ക്ക്. ചോയ്സ് ഹോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചർ, കുന്നിക്കോട്. ഫോൺ 0475-232-3867, 232-4133. നമസ്കാരം, ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ സുരേഷ് കുമാർ. പ്രധാന വാർത്തകൾ. പത്രിക പിൻവലിക്കൽ പൂർത്തിയായി. തെരഞ്ഞെടുപ്പ് രംഗം സജീവം.
കോൺഗ്രസ് റബലായി മത്സരിക്കുമെന്ന മാധ്യമങ്ങൾക്ക് മുന്നിൽ വിമ്പിളക്കിയ DCC സെക്രട്ടറി കെട്ടിടത്തിൽ സുലൈമാൻ മണിക്കൂറുകൾക്കകം മലക്കം മറിഞ്ഞു. ഒടുവിൽ പത്രിക പിൻവലിച്ച് നേതാക്കൾക്ക് മുന്നിൽ കുറ്റസമ്മതം നടത്തി. വിളക്കുടി ഗ്രാമപഞ്ചായത്ത് മഞ്ഞമൺകാല വാർഡിൽ സ്ഥാനാർത്ഥികളുടെ ഫ്ലെക്സ് ബോർഡും തോരണങ്ങളും നശിപ്പിച്ചതായി പരാതി. ആരോപണ പ്രത്യാരോപണങ്ങളുമായി സ്ഥാനാർത്ഥികൾ രംഗത്ത്. വാർത്തകൾ വിശദമായി. പുനലൂർ നഗരസഭയിൽ മത്സര രംഗത്തുള്ളത് 108 സ്ഥാനാർത്ഥികൾ. ഇതോടെ നഗരസഭയിലെ പ്രചരണ പ്രവർത്തനങ്ങളും സജീവമായി. 31 പത്രികകളാണ് ശനിയാഴ്ച പിൻവലിച്ചത്. സ്വതന്ത്ര സ്ഥാനാർത്ഥികളും ഡെമ്മി സ്ഥാനാർത്ഥികളും മറ്റുമാണ് പത്രിക പിൻവലിച്ചിട്ടുള്ളത്. ഇതോടെ നഗരസഭയിലെ മത്സര രംഗം സജീവമായി. LDFും UDFും BJPയും തമ്മിലുള്ള ശക്തമായ മത്സരമാണ് നഗരസഭയിലെ മിക്ക വാർഡുകളിലും പ്രകടമായിട്ടുള്ളത്. ശക്തമായ ത്രികോണ മത്സരങ്ങൾ നടക്കുന്ന 10ഓളം വാർഡുകളും നഗരസഭയിലുണ്ട്. മത്സരഫലം പ്രവചനാതീതമാകുമ്പോൾ ജാതിമത സമവാക്യങ്ങളും അടിയൊഴുക്കുകളുമാണ് ഫലം നിർണ്ണയിക്കുന്നത്. ഇനി ശക്തമായ പ്രചരണ പ്രവർത്തനങ്ങളുടെ നാളുകളാണ്. ഫ്ലെക്സ് ബോർഡുകളും അഭ്യർത്ഥനകളും എല്ലാം ഇതിനകം തന്നെ വാർഡുകളിൽ എത്തിക്കഴിഞ്ഞു. ശക്തമായ സ്ക്വാഡ് പ്രവർത്തനങ്ങളാണ് പ്രധാനമായും ഇരു മുന്നണികളും BJPയും ലക്ഷ്യമിടുന്നത്. ഇതിലൂടെ വിജയം നേടാമെന്നാണ് സ്ഥാനാർത്ഥികളും കരുതുന്നത്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പത്തനാപുരം ബ്ലോക്ക് പഞ്ചായത്തിൽ ഇടതുവലത് സ്ഥാനാർത്ഥികളും BJPയും പ്രചരണ രംഗത്ത് സജീവമായി. LDF ഭരണസമിതിയുടെ നിയന്ത്രണത്തിലുള്ള പത്തനാപുരം ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഭരണം പിടിച്ചെടുക്കാമെന്ന് UDF നേതൃത്വം കണക്കുകൂട്ടുന്നു. പത്തനാപുരം ബ്ലോക്ക് പഞ്ചായത്തിൽ ഇടത് വലത് സ്ഥാനാർത്ഥികളും BJP സ്ഥാനാർത്ഥികളും പത്രിക സമർപ്പിച്ചു. LDF ഭരണസമിതിയുടെ അധീനതയിലുള്ള പത്തനാപുരം ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഭരണം പിടിച്ചെടുക്കാനുള്ള പോരാട്ടത്തിലാണ് UDF നേതൃത്വം. പത്തനാപുരം, പിറവന്തൂർ, തലവൂർ, വിളക്കുടി, പട്ടാഴി, വടക്കേക്കര എന്നീ 6 പഞ്ചായത്തുകൾ ചേർന്നതാണ് പത്തനാപുരം ബ്ലോക്ക് പഞ്ചായത്ത്. 1995 പത്തനാപുരം ബ്ലോക്ക് പഞ്ചായത്ത് നിലവിൽ വന്ന കാലയളവ് മുതൽ ഇന്നോളം CPM നേതൃത്വത്തിലുള്ള ഭരണസമിതിയാണ് പത്തനാപുരം ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഭരണം നിയന്ത്രിക്കുന്നത്. CPMലെ B സോമനായിരുന്നു ആദ്യ പ്രസിഡന്റ്. പിന്നീട് KG മീനാക്ഷിയമ്മ, CPM ജില്ലാ കമ്മിറ്റി അംഗം M മീരാപിള്ള, CPM ഏരിയ കമ്മിറ്റി അംഗം ആശാ ശശിധരൻ എന്നിവർ യഥാക്രമം പത്തനാപുരം ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റന്മാരായി. പത്തനാപുരം ബ്ലോക്ക് പഞ്ചായത്തിന് 17 ഡിവിഷനുകളാണ് ഉള്ളത്. പട്ടാഴി, വടക്കേക്കര, കുണ്ടയം, പത്തനാപുരം, മാങ്കോട്, പുന്നല, പിറവന്തൂർ, കമുകിഞ്ചേരി, ഇളമ്പൽ, കുന്നിക്കോട്, തലവൂർ, നടുത്തേരി, പിടവൂർ, പട്ടാഴി എന്നീ ബ്ലോക്ക് ഡിവിഷനുകളിലെ സ്ഥാനാർത്ഥികൾ പത്തനാപുരം ബ്ലോക്ക് പഞ്ചായത്ത് കാര്യാലയത്തിലെത്തി BDO സൗമ്യ ഗോപാലകൃഷ്ണന് മുമ്പാകെ പത്രിക സമർപ്പിച്ചു. കേരള കോൺഗ്രസ് B UDF വിടുകയും LDFന്റെ ഭാഗമായി മാറുകയും ചെയ്തതിനു ശേഷമുള്ള തെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ നടക്കുന്നത് എന്ന രാഷ്ട്രീയ പ്രാധാന്യം കൂടി ഈ തെരഞ്ഞെടുപ്പിനുണ്ട്. ഇനി പറയുന്ന ആളുകളാണ് മുഖ്യമായും ഈ ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനിൽ നാമനിർദ്ദേശ പത്രിക നൽകിയിട്ടുള്ളത്. അവരുടെ പേരുകൾ ഈ പറയും പ്രകാരമാണ്: പള്ളിത്തോപ്പിൽ ഷിബു, P പ്രസന്നൻ, രഹന നസീർ, കറവൂർ സുരേഷ്, റെജീന തോമസ്, സബീന ഷെരീഫ്, ധന്യ ശ്രീകുമാർ, N ബാലകൃഷ്ണൻ, ശശികല മോഹൻ, ഷിബു അമ്പഴവേലി, R രജുല, മാങ്കോട് ഷാജഹാൻ, രജിത ഗിരീഷ് എന്നിവരാണ് പത്തനാപുരം ബ്ലോക്ക് പഞ്ചായത്തിലെ UDF സ്ഥാനാർത്ഥികൾ. KB സജീബ്, മിനി ഷാജഹാൻ, റിയാസ് മുഹമ്മദ്, AB അൻസാർ, S സജീഷ്, ദിവ്യ, സുനിമോൾ, വത്സല, MS സുധ, ലെനി ബാബു, സുരേഷ് കുമാർ, ഏലിയാമ്മ ടീച്ചർ, രഞ്ജിത് ബാബു എന്നിവരാണ് ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനിലെ LDF സ്ഥാനാർത്ഥികൾ. B ഷാജി, അഭിഷേക്, T ഓമന, വിജിത രാജീവ്, അഞ്ജു V ഗോപാൽ, സീത, ശ്രീകല, വിഷ്ണു പുന്നക്കര, സിന്ധു ഹരിദാസ്, മാധവൻ, G മുരളീധരൻ എന്നിവരാണ് BJP സ്ഥാനാർത്ഥികൾ. തലവൂർ, പിടവൂർ ഡിവിഷനുകളിൽ BJP സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടില്ല. പത്തനാപുരം ബ്ലോക്ക് പഞ്ചായത്തിൽ LDF ഭരണം നിലനിർത്തുന്നതിനും UDF ഭരണം പിടിച്ചെടുക്കുന്നതിനുമുള്ള ശ്രമത്തിലാണ്. പത്തനാപുരം ബ്ലോക്ക് പഞ്ചായത്തിൽ ഇക്കുറി താമര വിരിയിപ്പിക്കുമെന്ന വാശിയിലാണ് ഭാരതീയ ജനതാ പാർട്ടി. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. കുളത്തൂപ്പുഴയിൽ മധ്യവയസ്കനെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. RPL കുളത്തൂപ്പുഴ വണ്ണേ കോളനിക്ക് സമീപം സ്വകാര്യ വ്യക്തിയുടെ പുരയിടത്തിലാണ് മൃതദേഹം കണ്ടെത്തിയത്. കുളത്തൂപ്പുഴ കായിക്കര കുന്നുംപുറത്ത് കിഴക്കേക്കര വീട്ടിൽ 50 വയസ്സുകാരനായ സുന്ദരേശൻ കാണിയുടെ മൃതദേഹമാണ് കണ്ടെത്തിയത്. മൃതദേഹത്തിന് 4 ദിവസത്തെ പഴക്കമുണ്ട്. മൃതദേഹം കണ്ടെത്തിയ പുരയിടത്തിൽ 4 ദിവസം മുമ്പേ ഇയാൾ ജോലിക്കെത്തിയിരുന്നു. തുടർന്ന് സുന്ദരേശൻ കാണിയെ കാണാനില്ലെന്ന് കാണിച്ച് ബന്ധുക്കൾ കുളത്തൂപ്പുഴ പോലീസിന് പരാതി നൽകിയിരുന്നു. ഈ കേസിൽ പോലീസ് അന്വേഷണം നടത്തിവരവെയാണ് ശനിയാഴ്ച രാവിലെ മൃതദേഹം കണ്ടെത്തിയത്. കുളത്തൂപ്പുഴ SI സുരേഷ് കുമാറിന്റെ നേതൃത്വത്തിൽ മേൽ നടപടികൾ സ്വീകരിച്ച് മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ച ശേഷം മാത്രമേ മരണകാരണം വ്യക്തമാവുകയുള്ളൂവെന്ന് പോലീസ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കുളത്തൂപ്പുഴ.
വിളപ്പുളി ഗ്രാമപഞ്ചായത്തിൽ മഞ്ഞമൺകാല വാർഡിൽ സ്ഥാനാർത്ഥികളുടെ ഫ്ലെക്സും തോരണങ്ങളും സാമൂഹ്യ വിരുദ്ധർ നശിപ്പിച്ചു. ആരോപണ പ്രത്യാരോപണങ്ങളുമായി സ്ഥാനാർത്ഥികൾ രംഗത്തു വന്നതോടെ സംഭവം വിവാദമാവുകയാണ്. വാർഡിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ KG വിനുവിന്റെയും CPM സ്ഥാനാർത്ഥിയായ സുമയുടെയും പോസ്റ്ററുകളും തോരണങ്ങളുമാണ് കഴിഞ്ഞ ദിവസം രാത്രി സാമൂഹ്യ വിരുദ്ധർ നശിപ്പിച്ചത്. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ വിനുവിന്റെ ഇലക്ഷൻ കമ്മിറ്റി ഓഫീസിന് മുന്നിൽ കെട്ടിയിരുന്ന തോരണങ്ങളും പോസ്റ്ററുകളും നശിപ്പിക്കപ്പെട്ടു. എന്നാൽ ഇരു കക്ഷികളും ആരോപണ പ്രത്യാരോപണങ്ങളുമായി രംഗത്തു വന്നു. ഒരു 11 ഞങ്ങളുടെ പ്രവർത്തകരെല്ലാം ഇവിടെ ഉണ്ടായിരുന്നു. അതിനുശേഷം LDF പ്രവർത്തകർ ഇവിടെ ഈ ബാനറും ഫ്ലെക്സും കെട്ടിയായിരുന്നു. അപ്പോൾ ഒരു പരസ്പരം ജനാധിപത്യപരമായിട്ട് നമ്മൾ അവരാ കെട്ടുന്നതിനിടയ്ക്ക് സഹകരിക്കണം. എന്റെ ഇലക്ഷൻ കമ്മിറ്റി ഓഫീസ് തൊട്ടുമേലാണ് കെട്ടിക്കൊണ്ടിരുന്നത്. ഞാൻ ഉടൻ തന്നെ നമ്മുടെ പ്രവർത്തകരായിട്ട് നമ്മൾ ഇവിടുന്ന് പോയി. തിരിച്ച് രാവിലെ നോക്കുമ്പോൾ LDFന്റെ ഈ സാധനം നശിപ്പിച്ചേക്കുന്നത്, ഒപ്പം തന്നെ എൻ്റെ ഇലക്ഷൻ കമ്മിറ്റി ഓഫീസിലെ ഈ ഫ്ലെക്സും ബാനറുള്ള ഒരു സാമൂഹികമായി നശിപ്പിച്ചിട്ടേക്കാണ്. അപ്പോൾ രാവിലെ ഇത് കണ്ടുകൊണ്ട് തന്നെ നമ്മൾ രാവിലെ പൊന്നൂർ പോലീസിന്റെ പരാതി നൽകി അദ്ദേഹം SI കാണുകയും അതിനുള്ള നടപടിക്രമങ്ങൾ എടുക്കാമെന്ന് SI ഉറപ്പ് വന്നിട്ടുണ്ട്. ഇതുകൂടാതെ തന്നെ എൻ്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥി എൻ്റെ ഫ്ലെക്സ്, ഒപ്പം തന്നെ എൻ്റെ ബാനറുകളും എൻ്റെ ഈ പോസ്റ്റർ ഒട്ടിച്ച ബാനർ, ഈ പോസ്റ്റർ കടുവാക്കുഴി മേഖലയിൽ നമ്മുടെ ഈ 9-ാം വാർഡ് മറ്റു മേഖലയെ ഈ കടുവാക്കുഴി ഒട്ടിച്ച പോസ്റ്ററുകളും ബാനറുകളും മൊത്തം ഒട്ടിച്ച ദിവസം തന്നെ നശിപ്പിക്കുകയുണ്ടായി. ഇത് ജനാധിപത്യ വിരുദ്ധമാണ്. ഇതിൽ ഒരു സ്ത്രീ എന്ന പരിഗണന തരാതെയാണ് എനിക്കെതിരെ ഇങ്ങനെ ഒരു പ്രകടനം ഇവിടെ കാഴ്ചവെച്ചിരിക്കുന്നത്. അതിൽ ശക്തമായിട്ട് അതിനുള്ള നടപടി ഉണ്ടാകണമെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. സംഭവത്തിൽ പ്രതിഷേധിച്ച് ഇരുകക്ഷികളും ശനിയാഴ്ച വൈകിട്ട് മഞ്ഞമൺകാലയിൽ പ്രതിഷേധ യോഗങ്ങൾ സംഘടിപ്പിച്ചു. സംഭവത്തിൽ കുറ്റക്കാരെ കണ്ടെത്തി നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് KG വിനു പുനലൂർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ലൈവ് വാർത്ത പുനലൂർ. വ്യാപാരി വ്യവസായി ഏകോപന സമിതി പുനലൂർ മേഖലാ സമ്മേളനത്തിലും KB ഗണേഷ് കുമാർ MLA UDF സർക്കാരിനെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചു. പത്തനാപുരത്ത് നടന്ന സമ്മേളനത്തിലാണ് MLA കടുത്ത ഭാഷയിൽ സർക്കാരിനെ വിമർശിച്ചത്. സംസ്ഥാനത്ത് കൈക്കൂലി നൽകിയാൽ എന്തും സാധിക്കാവുന്ന അവസ്ഥയാണെന്നും സാധാരണക്കാരൻ അവന്റെ ആവശ്യങ്ങൾ നിറവേറ്റാൻ മന്ത്രിമന്ദിരങ്ങളിൽ പോകുമ്പോൾ നിവേദനം മാത്രം കൊണ്ടുപോയാൽ പോരാ, പണമടങ്ങിയ പെട്ടി കൂടി കൊണ്ടുപോകണമെന്നും KB ഗണേഷ് കുമാർ MLA പ്രതികരിച്ചു. അഴിമതിക്കാരായ മന്ത്രിമാരുള്ളിടത്തോളം കാലം മക്കള് വ്യവസായികളായി വന്നുകൊണ്ടേയിരിക്കുക. അവരുടെ മക്കൾ, നിങ്ങളുടെ മക്കൾ വരുന്നില്ല എന്നുള്ള വിഷമല്ലേ നിങ്ങൾക്കുള്ളൂ. മന്ത്രിമാരെ മക്കളൊക്കെ വരുന്നുള്ളൂ. ഇവിടെ എല്ലാ മന്ത്രിമാരുടെയും മക്കൾക്ക് എന്താ പണിയെന്ന് ചോദിച്ചാൽ ഭൂരിപക്ഷം പേരും വ്യവസായത്തിലാണ്. എല്ലാവരും ബിസിനസ്സാണ്. എല്ലാവരും ബിസിനസ്സാണ്. കട വല്ലതും വിൽക്കാനുണ്ടോ? എറണാകുളം ജില്ലയിൽ ഒരു മന്ത്രിയുണ്ട്, അയാളുടെ മക്കൾ വാങ്ങിച്ചോടും. പെട്രോൾ പമ്പോ കടയോ എന്തോ വിൽക്കാനുണ്ടോ ഈ പറഞ്ഞാൽ മതി. നിങ്ങൾ കുറെ വില കുറച്ചൊന്നും കൊടുക്കരുത്. കാരണം എന്താണെന്നറിയാമോ? വന്ന് ചോദിച്ചാൽ വില കൂട്ടിയേ കൊടുക്കാവൂ. കാരണം ഈ നിങ്ങളുടെ കയ്യിൽ നിന്ന് പിഴിഞ്ഞ പൈസയാണല്ലോ ഇവരെടുത്തിരിക്കുന്നത്. അതാണല്ലോ നിങ്ങൾക്ക് തിരിച്ചു തരുന്നത്. അപ്പൊ കൂടുതൽ വാങ്ങിച്ചോണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കുറഞ്ഞ വിലയ്ക്ക് കടയൊന്നും വിറ്റ് കളയരുത്, പ്രത്യേകിച്ച് മന്ത്രിമാരുടെ മക്കൾക്കും ബന്ധുക്കൾക്കും വിൽക്കുമ്പോൾ. ഇതെന്താണ് നടക്കുന്നത് ഈ നാട്ടിൽ? മുകളിൽ നിന്ന് താഴോട്ട് അങ്ങ് പിടിച്ചു തുടങ്ങിയാൽ താഴെ വരുമ്പോൾ നിങ്ങളുടെ കഴുത്ത് ഞെരിച്ച് ജ്യൂസ് ഇങ്ങനെ പിടിക്കുക. ഇത് നിങ്ങളുടെ മാത്രമല്ല, ഈ നാട്ടിൽ ജീവിക്കുന്ന പാവപ്പെട്ടവന്റെ സാധാരണക്കാരന്റെ മുഴുവൻ കഴുത്ത് പിഴിഞ്ഞ് ശരീരവും മനസ്സും അധ്വാനവും പിഴിഞ്ഞ് അവന്റെ ചോര കുടിക്കുന്ന ഒരു അഴിമതി കൊണ്ട് നമ്മുടെ രാജ്യം മുങ്ങിക്കുളിച്ചിരിക്കുകയാണ്. അതിൽ നിന്ന് മോചനമില്ലാതെ ഈ ഒരു പ്രസംഗത്തിനും ഈ ഒരു പ്രവൃത്തിക്കും ഈ ഒരു സമരത്തിനും ഒരു മേഖല ജാഥയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കേരള കോൺഗ്രസ് എം ജില്ലാ പ്രസിഡന്റ് ബെന്നി കക്കാടിനെ വേദിയിൽ ഇരുത്തിക്കൊണ്ട് മാണിയുടെ ബജറ്റിനെതിരെ രൂക്ഷമായ ഭാഷയിലാണ് അദ്ദേഹം പ്രതികരിച്ചത്. മേഖലാ പ്രസിഡന്റ് ഇടമുളയ്ക്കൽ K ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടറി T വസന്തകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ മേഖലാ സമ്മേളന വേദി രാഷ്ട്രീയ വേദിയാക്കാൻ ചിലർ ശ്രമിക്കുകയാണെന്ന് ബെന്നി കക്കാടും പ്രതികരിച്ചു. ജില്ലാ സെക്രട്ടറി ജോജോ K എബ്രഹാം, ജില്ലാ പ്രസിഡന്റ് S ദേവരാജൻ, മേഖലാ ജനറൽ സെക്രട്ടറി P ചന്ദ്രശേഖരൻ നായർ, C കുര്യാക്കോസ്, E രാജൻ, G ഗോപകുമാർ, S കബീർ, S നൌഷറുദ്ദീൻ, P കാർത്തികേയൻ നായർ എന്നിവർ സംസാരിച്ചു.
ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. അഞ്ചൽ ടൗൺ ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിൽ കുട്ടികൾക്കായി നേത്രപരിശോധനാ ക്യാമ്പും കണ്ണട വിതരണവും സംഘടിപ്പിച്ചു. അഞ്ചൽ വെസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂൾ PTA പ്രസിഡന്റ് ബാബു പണിക്കർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. കൊല്ലം ജില്ലയിലെ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പഠിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനമാണ് അഞ്ചൽ വെസ്റ്റ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ. പാഠ്യവിഷയങ്ങളിലും പാഠ്യേതര വിഷയങ്ങളിലും മികവ് പുലർത്തുന്ന ഈ വിദ്യാഭ്യാസ സ്ഥാപനം ഈ വർഷം ഒരു പ്രത്യേകത ഇതിലൂടെ കടന്നുപോകുന്ന ഘട്ടത്തിലാണ് ഇത് വന്നിട്ടുള്ളത്. അഞ്ചൽ ടൗൺ ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിൽ സ്കൂൾ കുട്ടികൾക്കായുള്ള നേത്ര പരിശോധനാ ക്യാമ്പും കണ്ണട വിതരണവും സംഘടിപ്പിച്ചു. അഞ്ചൽ ഗവൺമെന്റ് വെസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പരിപാടിയിൽ PTA പ്രസിഡന്റ് K. ബാബു പണിക്കർ സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പും കണ്ണട വിതരണവും ഉദ്ഘാടനം ചെയ്തു. ലയൺസ് ക്ലബ് ഭാരവാഹികളായ G. ഷാജിലാൽ, G. രാജേന്ദ്രൻ പിള്ള, KS. ജയറാം, സ്കൂൾ ഹെഡ് മാസ്റ്റർ J. സുരേഷ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. പവിത്രം ജുവലേഴ്സ്. ട്രഡീഷണൽ ഓർണമെന്റ്സിനൊപ്പം ട്രെൻഡി ഫാഷൻ ഡിസൈനർ കളക്ഷൻസ്. കല്യാണ അവസരങ്ങളിൽ നിങ്ങൾ കണിഞ്ഞൊരുങ്ങുവാൻ മോഡേൺ ഫാഷൻ വെഡിംഗ് ജ്വല്ലറി, കൂടാതെ നിങ്ങളെ പ്രൗഢയാക്കുന്ന ന്യൂ അറൈവൽ പാർട്ടി വെയർ, എലഗന്റ് എത്നിക് കളക്ഷൻസ്, പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്. പവിത്രം ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പുനലൂർ. എലഗന്റ് ഇവന്റ്സ് ആൻഡ് കാറ്ററേഴ്സ്, പത്തനാപുരം. മേക്ക് യുവർ ഡേയ്സ് എലഗന്റ് ആൻഡ് ഇവന്റ്ഫുൾ. വിവാഹ നടത്തിപ്പിനും മറ്റ് പ്രിയ മുഹൂർത്തങ്ങൾക്കും നെട്ടോട്ടമോടുന്നവർക്ക് ഇതാ ഒരു സന്തോഷ വാർത്ത. നിങ്ങളുടെ പ്രിയ മുഹൂർത്തങ്ങൾ ഏതുമാകട്ടെ, എല്ലാം ഒരു കുടക്കീഴിൽ മിതമായ നിരക്കിൽ. എലഗന്റ് ഇവന്റ്സ് ആൻഡ് കാറ്ററേഴ്സ്, പത്തനാപുരം. Catering service. We cater for all occasions. Elegant events. SBT ATM സമീപം, KO Abraham Building, പത്തനാപുരം. Phone 9947 697. തൊട്ടുകടവിൽ ട്രേഡേഴ്സ്, മെയിൻ റോഡ്, പുനലൂർ. സാനിറ്ററി ആൻഡ് ബാത്റൂം ഫിറ്റിംഗ്സ്, ടൈൽസ്, പാരിവെയർ, ക്രിസ്റ്റൽ ബാത്ത് ഗാലറി, ഇലക്ട്രിക്കൽ ഗുഡ്സ്, ഫാൻസി ലൈറ്റുകൾ, പാനസോണിക് AC-യുടെ അംഗീകൃത ഡീലർ, ഫിനോലെക്സ് പ്ലംബിംഗ് പൈപ്പുകൾ, കിച്ചൺ കബോർഡ് ആക്സസറീസ്, ക്വിക്ക് സ്റ്റെപ്പ് വുഡൻ ഫ്ലോറിംഗ്, മഹീന്ദ്ര പവർ ഓൾ ജനറേറ്ററുകൾ, ഹാർഡ്വെയർ, ഗുണമേന്മ, വിൽപ്പനാനന്തര സേവനം എന്നിവ ഞങ്ങളുടെ മാത്രം പ്രത്യേകതയാണ്. തൊട്ടുകടവിൽ ട്രേഡേഴ്സ്, ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം, പുനലൂർ. ഫോൺ 0475 2221. എടാ, നിന്നെപ്പോലെ ചെറുപ്പത്തിൽ തുടങ്ങിയതായി എനിക്കും ഡയബറ്റീസ്. എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും വീണ്ടെടുത്തു തന്നത് നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റൽ അല്ലേ? ഡയബറ്റിക് റെറ്റിനോപ്പതി മൂലമുണ്ടാകുന്ന കാഴ്ചക്കുറവ് ചികിത്സിച്ച് മാറ്റുക തന്നെ വേണം. അതിന് ഏറ്റവും മികച്ച ചികിത്സ നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റലിൽ ഉണ്ടല്ലോ. കാറ്ററാക്ട്, ഗ്ലൂക്കോമ ആൻഡ് ഡയബറ്റിക് ഐ കെയർ സെന്റർ. പൊന്നണിയാൻ ആശിക്കുന്ന പെൺമനസ്സുകൾക്ക് പൊന്നിൻ കലവറയുമായി പവിഴം ഗോൾഡ്. ലേറ്റസ്റ്റ് ഫാഷൻ ഡിസൈൻ ആഭരണങ്ങളുടെയും പാരമ്പര്യ തനിമയുള്ള ആഭരണങ്ങളുടെയും വിപുലമായ കളക്ഷൻസ്. മനസ്സ് നിറഞ്ഞ് അണിഞ്ഞൊരുങ്ങാൻ പവിഴം ഗോൾഡ് ഉള്ളപ്പോ ആഘോഷങ്ങൾക്കിനി അതിരുകൾ വേണ്ട. പവിഴം ഗോൾഡ് 100% 916 BIS ഹോൾമാർക്ക് ഷോറൂം, മുനിസിപ്പൽ ബിൽഡിംഗ്, മാർക്കറ്റ് ജംഗ്ഷൻ, പുനലൂർ. സ്റ്റൈൽ ബാത്ത്. സ്റ്റൈൽ ബാത്ത്. Classy sanitary wears. From the house of luxury sanitary wears, Style Bath, Kottarakara, Ayur, Punlur. റിബലുകൾക്കെതിരെ കർശന നടപടിയെടുക്കുമെന്ന KPCCയുടെ മുന്നറിയിപ്പ് വകവയ്ക്കാതെ DCC സെക്രട്ടറി മത്സര രംഗത്ത്.
ഇടമുളയ്ക്കൽ ഗ്രാമപഞ്ചായത്തിലെ തടിക്കാട് വാർഡിലാണ് കെട്ടിടത്തിൽ സുലൈമാൻ മത്സരത്തിനിറങ്ങിയത്. ഇടമുളയ്ക്കൽ ഗ്രാമപഞ്ചായത്തിലെ തടിക്കാട് വാർഡിലാണ് DCC സെക്രട്ടറി കെട്ടിടത്തിൽ സുലൈമാൻ UDF-ന് റിബലായി മത്സരിക്കുന്നത്. റിബലുകൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന KPCC നിർദ്ദേശം നിലനിൽക്കവെയാണ് DCC സെക്രട്ടറി കൂടിയായ കെട്ടിടത്തിൽ സുലൈമാൻ കടുത്ത നിലപാട് സ്വീകരിക്കുന്നത്. തനിക്ക് സീറ്റ് നിഷേധിച്ചതിനു പിന്നിൽ പുനലൂർ നിയോജക മണ്ഡലത്തിൽ ജനങ്ങൾ പരാജയപ്പെടുത്തിയ ഭാരതീപുരം ശശിയും പുനലൂർ മധു XMLA-യുമാണ്. പുനലൂരിൽ 20,000 വോട്ടിന് ജനം പുറത്തള്ളിയ KPCC-യിലെ ഒരു ഭാരവാഹി ശ്രീ ഭാരതീപുരം ശശിയും 10,000-ൽ പര വോട്ടിന് പരാജയപ്പെട്ട ശ്രീ പുനലൂർ മധു എന്ന മുൻ MLA-യും കീരിയും പാമ്പും കൂടി ഒന്നായിക്കൊണ്ട് എന്നെ രാഷ്ട്രീയമായി ഇല്ലായ്മ ചെയ്യുവാൻ വേണ്ടി ഈ തെരഞ്ഞെടുപ്പിൽ എനിക്ക് സീറ്റ് നിഷേധിക്കുവാൻ വേണ്ടി ഞാൻ വളർത്തിക്കൊണ്ടുവന്ന മറ്റൊരു ഭാരവാഹിയെ പഞ്ചായത്ത് പ്രസിഡന്റാക്കാൻ വേണ്ടി എന്നെ ബലിയാടാക്കാനുള്ള ശ്രമം നടത്തിയപ്പോൾ അതിനെ കൊല്ലം DCC നേതൃത്വവും KPCC നേതൃത്വവും മൗനമായി നിലപാടെടുത്തതിൽ പ്രതിഷേധിച്ച് ഞാൻ ഇടമുളയ്ക്കൽ പഞ്ചായത്തിലെ തടിക്കാട് വാർഡിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ നോമിനേഷൻ കൊടുത്തു, സ്കൂട്ടണി കഴിഞ്ഞു. ഇന്നലെ രാവിലെ 10 മണി മുതൽ രാത്രി 10 മണി വരെ ഞാൻ മുൻപറഞ്ഞ KPCC വൈസ് പ്രസിഡന്റ് ഭാരതീപുരം ശശി എനിക്ക് ചിഹ്നം തരാതിരിക്കുന്നതിന് വേണ്ടി DCC ക്യാമ്പ് ചെയ്ത് 10 മണി വരെ ആ DCC ഓഫീസിലുണ്ടായിരുന്നു. DCC ഓഫീസിലെ ചിഹ്നം അനുവദിക്കുന്നത് സംബന്ധിച്ച് നിരവധി സംഘർഷാവസ്ഥകൾ ഉണ്ടായപ്പോഴും ഈ ഭാരവാഹി അവിടെ എന്റെ ഒറ്റ സ്ഥാനാർത്ഥിത്വം നിഷേധിക്കുവാൻ വേണ്ടി ക്യാമ്പ് അടിച്ചതിന് പിന്നിൽ സാമ്പത്തിക ഇടപാടുണ്ട് എന്ന് ഞാൻ ആരോപിക്കാൻ ആഗ്രഹിക്കുന്നു. KPCC വൈസ് പ്രസിഡന്റ് നേതൃത്വത്തിൽ നടത്തിയ പണമിടപാടിലൂടെയാണ് തന്റെ സീറ്റ് നിഷേധിക്കപ്പെട്ടതെന്നും ഇടമുളയ്ക്കൽ പഞ്ചായത്തിലെ ജനറൽ സീറ്റുകളിൽ മത്സരിക്കുന്ന 5 പേരും സർവീസ് സഹകരണ ബാങ്കിലെ ജീവനക്കാരാണെന്നും സ്ഥാനാർത്ഥി നിർണയത്തിൽ ന്യൂനപക്ഷത്തിന് പരിഗണന നൽകിയിട്ടില്ലെന്നും DCC സെക്രട്ടറി കെട്ടിടത്തിൽ സുലൈമാൻ പറയുകയുണ്ടായി. 5 സീറ്റ് ജനറൽ സീറ്റുള്ളതിൽ 5 സീറ്റിൽ മത്സരിക്കുന്നത് ഇടമുളയ്ക്കൽ സർവീസ് സഹകരണ ബാങ്കിലെ ജീവനക്കാരനും ഒരു ബോർഡ് മെമ്പറുമാണ്. ഒരു ബാങ്കിന്റെ സെക്രട്ടറിയും ബാങ്കിലെ മറ്റൊന്ന് 3 പേരും ഒരു ബാങ്ക് ഡയറക്ടർ ബോർഡ് മെമ്പറും കൂടെ ചേർന്ന് 5 പേരെ ഇടമുളയ്ക്കൽ സർവീസ് സഹകരണ ബാങ്കിലെ ജീവനക്കാരനും ബോർഡ് മെമ്പറും കോൺഗ്രസിന്റെ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കുമ്പോൾ ഈ പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന മതന്യൂനപക്ഷങ്ങൾക്കും പിന്നോക്ക സമുദായങ്ങൾക്കും അധസ്ഥിത വിഭാഗത്തിനും മതിയായ പരിഗണന കൊടുക്കാത്ത ഈ സ്ഥാനാർത്ഥി നിർണയം ഇതിലുള്ള ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്താൻ കൂടിയാണ് ഞാൻ സ്വതന്ത്രനായി മത്സരിക്കുന്നത്. LDF-മായി താൻ ചർച്ച നടത്തി വരികയാണ്. വരും ദിവസം LDF-മായി സഹകരിച്ച് മത്സരിക്കുന്ന വിവരം മാധ്യമങ്ങളെ അറിയിക്കുമെന്നും കെട്ടിടത്തിൽ സുലൈമാൻ ലൈവ് വാർത്തയോട് പറഞ്ഞു. മുന്നണിയുടെ പിന്തുണ ചിലപ്പോൾ ഇന്നത്തോടു ലഭിക്കുവാനും അങ്ങനെയാണെങ്കിൽ നാളെ ഞാൻ കൊല്ലത്ത് പ്രസ് ക്ലബിലെ പത്രസമ്മേളനം നടത്തി പാർട്ടി തുടരണമോ പാർട്ടിയിൽ നിന്ന് പുറത്തു പോകണമോ എന്നുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ എന്റെ നയം വ്യക്തമാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ഇടമുളയ്ക്കൽ ഗ്രാമപഞ്ചായത്തിലെ അറക്കൽ വില്ലേജ് അതിർത്തിയിൽ നിന്നും കോൺഗ്രസിന്റെ ഒരു പ്രതിനിധി പോലും വിജയിക്കില്ലെന്നും സുലൈമാൻ കൂട്ടിച്ചേർത്തു. CPM-ന് വേണ്ടി തുടർച്ചയായി 60 ദിവസം ജയിൽവാസം അനുഭവിച്ച DYFI ജില്ലാ ജോയിന്റ് സെക്രട്ടറി M സജാദ് CPM സ്ഥാനാർത്ഥിക്ക് റിബലായി മത്സരിക്കുന്ന അതേ വാർഡിലാണ് UDF റിബലായി DCC സെക്രട്ടറി കെട്ടിടത്തിൽ സുലൈമാനും മത്സരിക്കുന്നത്. ഇതോടെ തടിക്കാട് വാർഡിലെ തിരഞ്ഞെടുപ്പ് ചിത്രം തികച്ചും അവ്യക്തമായിക്കൊണ്ടിരിക്കുകയാണ്. ലൈവ് വാർത്ത അഞ്ചൽ. കോൺഗ്രസ് റിബലായി മത്സരിക്കുമെന്ന് ശനിയാഴ്ച രാവിലെ മാധ്യമങ്ങൾക്ക് മുന്നിൽ തുറന്നു പറഞ്ഞ DCC സെക്രട്ടറി ഉച്ചകഴിഞ്ഞ് മലക്കം മറിഞ്ഞു. കടുത്ത നിലപാട് മാറ്റി മണിക്കൂറുകൾക്കകം മലക്കം മറിഞ്ഞ നേതാവ് ഒടുവിൽ പത്രിക പിൻവലിച്ചു. കോൺഗ്രസ് റിബലായി ഇടമുളയ്ക്കൽ പഞ്ചായത്തിലെ തടിക്കാട് വാർഡിൽ മത്സരിക്കുമെന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ വീമ്പിളക്കിയ DCC സെക്രട്ടറി കെട്ടിടത്തിൽ സുലൈമാൻ ഒടുവിൽ കാലുമാറി. KPCC വൈസ് പ്രസിഡന്റ് ഭാരതീപുരം ശശി, മുൻ MLA പുനലൂർ മധു എന്നിവർക്കെതിരെ കടുത്ത വിമർശനവും അഴിമതി ആരോപണവും നടത്തിയ ശേഷമാണ് കെട്ടിടത്തിൽ സുലൈമാൻ മണിക്കൂറുകൾക്കകം നിലപാട് മാറ്റിയത്. LDF പിന്തുണയോടെ മത്സരിക്കുമെന്ന് വരെ വീമ്പിളക്കിയ DCC സെക്രട്ടറി ഒടുവിൽ പഞ്ചപുച്ഛമടക്കി നേതാക്കൾക്ക് വഴങ്ങുകയായിരുന്നു. കടുത്ത ആരോപണങ്ങളാണ് മുതിർന്ന നേതാക്കൾക്കെതിരെ കെട്ടിടത്തിൽ സുലൈമാൻ ഉന്നയിച്ചത്. അപ്രതീക്ഷിതമായ നിലപാട് മാറ്റം കിഴക്കൻ മേഖലയിൽ ഇതാദ്യത്തെ സംഭവമാണ്. രാഷ്ട്രീയ നേതാക്കൾക്ക് പോലും അപമാനമുണ്ടാക്കുന്ന തരത്തിലുള്ള മലക്കമറിച്ചിലിനാണ് കിഴക്കൻ മേഖല സാക്ഷിയായത്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. അഞ്ചൽ സെന്റ് ജോർജ് സെൻട്രൽ സ്കൂളിന്റെ സിൽവർ ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കമായി. 1 വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികളാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. 1 വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികളാണ് സ്കൂളിൽ സംഘടിപ്പിച്ചിരിക്കുന്നത്. ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം തിരുവിതാംകൂർ രാജകുടുംബാംഗം ഗൌരി ലക്ഷ്മിഭായ് തമ്പുരാട്ടി ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു. പഴയ മരുമക്കത്തായ സമ്പ്രദായം പെൺവഴി ഉള്ള
കുടുംബം തുടരുന്ന മരുമക്കത്തായത്തിൽ കൂടെയാണ്. ആ മരുമക്കത്തായം ഇരുന്നുകൊണ്ട് തന്നെയാണ് ഈ സാക്ഷരത വരാൻ സാധിച്ചത്. എന്തുകൊണ്ടെന്ന് പല സ്റ്റേറ്റുകളിലും സ്ത്രീകൾക്കുള്ള ഒരു അവഗണന, അവരെ മൂന്നാംകിട ആയിട്ട് തള്ളുമ്പോൾ അല്ലെങ്കിൽ വേറെ പല കാര്യങ്ങൾക്കും അവരാവശ്യമുള്ളതുകൊണ്ട് അവർക്കൊരു സ്ഥാനമൊന്നും കൊടുക്കാതെ തള്ളിക്കൊണ്ടിരുന്നപ്പോൾ നമ്മുടെ മലയാള നാട്ടിൽ സ്ത്രീകളെ ബഹുമാനിച്ചിരുന്നു. സ്ത്രീകൾക്ക് വേണ്ടത്ര പരിഗണന കൊടുത്തതുകൊണ്ടാണ് കേരളത്തിൽ 100% സാക്ഷരത കൈവരിക്കാൻ സാധിച്ചതെന്നും ഇന്നത്തെ കുട്ടികൾക്ക് അവരുടെ ബാല്യകാലം കലുഷിതമാണെന്നും അവർ അഭിപ്രായപ്പെട്ടു. കുട്ടികളല്ല, അവരുടെ ബാല്യകാലം, ശൈശവം കഷ്ടിച്ച് തട്ടിപ്പോൾ അതും ഇപ്പോൾ വെല്ലുവിളിയായിട്ട് മാറിയിരിക്കുകയാണ്. എന്തുകൊണ്ടെന്ന് പല സ്കൂളുകളിലും അപ്പർ KGയിൽ പോലും 3 ഭാഷ പഠിപ്പിക്കുന്നു. പല പ്രൈവറ്റ് സ്കൂളുകളില്ല, ഗവൺമെൻറ് സ്കൂളിലുണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പ്രൈവറ്റ് സ്കൂളുകളിൽ ഇംഗ്ലീഷും മലയാളവും ഹിന്ദിയും അല്ല ആദ്യ പാഠങ്ങൾ പഠിപ്പിക്കുകയാണ്. വിദേശങ്ങളിൽ പല സ്ഥലങ്ങളിലും 2 ഭാഷ പഠിപ്പിക്കും, ഇംഗ്ലീഷും വേറൊരു യൂറോപ്യൻ ലാംഗ്വേജും. പക്ഷേ അവിടെ ലിപി ഒന്നാണ്. ഗ്രീസിലാണെങ്കിലും ഫ്രഞ്ചിലാണെങ്കിലും ഇംഗ്ലീഷിലാണെങ്കിലും എ തന്നെയാണ്. അതേസമയം നമുക്ക് മലയാളത്തിൽ ആ, ഹിന്ദിയിൽ ആ, ഇംഗ്ലീഷിൽ എ, എല്ലാം വ്യത്യാസമാണ്. അപ്പോൾ 3 ഭാഷ പഠിക്കുന്ന 3 ലിപി പഠിക്കുകയാണ്. ഈ കൊച്ചു കുട്ടികളുടെ തലയിൽ ഇതടിച്ചു കയറ്റി അവരെ കൊണ്ടുപോവാണ്. താങ്ങാനാവാത്ത ഭാരമാണ് ബാഗുകൾ, സ്കൂൾ ബാഗുകൾ. 2-3 നിലയുള്ള സ്കൂളുകളിലാണെങ്കിൽ ഈ കുഞ്ഞുങ്ങൾ കുനിഞ്ഞാണ് കയറുന്നത്. ഒരു പക്ഷേ അവർക്ക് ഹ്യൂമിലിറ്റി പഠിപ്പിക്കുകയാണോ എന്തോ കുനിഞ്ഞു നടക്കാനായിട്ട്. എന്തൊരു കഷ്ടം. അഡ്വക്കേറ്റ് കെ രാജു MLA അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വിവിധ സ്കൂൾ പ്രിൻസിപ്പൽമാർ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് S. ജയമോഹൻ, റവറന്റ് ഡോക്ടർ സാമുവേൽ മാർ ഐറേനിയോസ്, സ്കൂൾ പ്രിൻസിപ്പൽ ലീന അലക്സ്, KSEB എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അനീഷ് കെ ഐലറ തുടങ്ങി നിരവധി സാംസ്കാരിക സാമൂഹ്യ പ്രവർത്തകർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. കുളത്തൂപ്പുഴ പൗരാവലിയുടെ നേതൃത്വത്തിൽ വടംവലി മത്സരം സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് S. ജയമോഹൻ മത്സരങ്ങൾ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് S. ജയമോഹൻ വടംവലി മത്സരം ഉദ്ഘാടനം ചെയ്തു. ജാതിമത ചിന്താഗതികളെല്ലാം മാറ്റിവെച്ച് ഒറ്റ മനസ്സോടുകൂടി അണിനിരത്താൻ ഈ സാഹചര്യത്തിൽ കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഈ പൗരാവലിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിജയമായി ഞങ്ങൾ കാണുന്നു. ഈ വേദി ശ്രദ്ധിച്ചാലും പുറത്ത് പങ്കെടുത്തിരിക്കുന്ന ജനവിഭാഗങ്ങളെ ശ്രദ്ധിച്ചാലും എല്ലാം നല്ല ഐക്യത്തോടും യോജിപ്പോടും കൂടി ഒരു നാട്ടിലെ ജനതയെ അണിനിരത്താൻ പൗരാവലിക്ക് കഴിഞ്ഞതാണ് വലിയ നേട്ടമായി ഞാൻ കാണുന്നത്. പൗരാവലി പ്രസിഡന്റ് പ്രകാശ് 7G അധ്യക്ഷനായ ചടങ്ങിൽ പൗരാവലി ജനറൽ കൺവീനർ സുധീർ സ്വാഗതം പറഞ്ഞു. തുടർന്ന് നടന്ന വടംവലി മത്സരത്തിൽ CN ബ്രദേഴ്സ് കണിയാപുരം 1ാം സ്ഥാനത്തും സമന്വയ മുളമൂട് 2ാം സ്ഥാനത്തും ഈഗിൾ പാലോട് 3ാം സ്ഥാനത്തും എത്തി. വിജയികൾക്ക് കുളത്തൂപ്പുഴ സബ് ഇൻസ്പെക്ടർ N. സുരേഷ് കുമാർ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ചടങ്ങിൽ കുളത്തൂപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് C. സുബിലാഷ് കുമാർ, വടംവലി അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം സുധീർ ശങ്കർ, പൗരാവലി രക്ഷാധികാരി B. രാജീവ്, സാബു എബ്രഹാം, വടംവലി അസോസിയേഷൻ കൊല്ലം ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് സജീദ് വിളക്കുടി, തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് ഷജീർ കലേപുരം, സജീവ് ഫിറോസ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കുളത്തൂപ്പുഴ. മുൻ രാഷ്ട്രപതി APJ അബ്ദുൽ കലാമിന്റെ ജന്മദിനം പുനലൂർ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റ് ആഘോഷിച്ചു. പുനലൂർ നഗരസഭ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് PA അനസ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ജന്മദിനത്തിൽ മിസ് എ മീൽ പദ്ധതിക്ക് തുടക്കം കുറിച്ചു. എല്ലാ മാസവും 2ാമത്തെ വ്യാഴാഴ്ച വിദ്യാർത്ഥികൾ ഒരു നേരത്തെ ഭക്ഷണം ഉപേക്ഷിച്ച് അത് ആതുരാലയങ്ങൾക്ക് നൽകുന്നതാണ് പുതിയ പദ്ധതി. പ്രിൻസിപ്പൽ K. ഹരികുമാരൻ പിള്ള അധ്യക്ഷത വഹിച്ചു. പുനലൂർ നഗരസഭ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് PA അനസ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. അദ്ദേഹത്തിന്റെ ജീവിത രീതികളും ജീവിത ശൈലികളും ഒക്കെ തന്നെ ഇന്ന് നമ്മുടെ ലോകമെമ്പാടുമുള്ള പ്രമുഖരായിട്ടുള്ള വ്യക്തികൾ, അല്ലെങ്കിൽ കുട്ടികൾ, ഗവേഷകർ അടക്കമുള്ളവർ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലയളവിലാണ് ഇത്തരത്തിലുള്ള ഒരു പരിപാടി സംഘടിപ്പിച്ചത്. അദ്ദേഹത്തെ അറിയപ്പെടുന്നത് മിസൈൽ മാൻ എന്നാണ്. ഗവേഷണ രംഗത്തൊക്കെ തന്നെ, ഭാരതത്തിന്റെ ഗവേഷണ രംഗത്തൊക്കെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിലിറ്ററിയുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ മേഖലകളിലും ശത്രു രാജ്യത്തെയൊക്കെ തന്നെ തകർക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഇന്ത്യയുടെ അഖണ്ഡതയ്ക്കും അതുപോലെ തന്നെ ഇന്ത്യയുടെ ഏത് അകത്തലങ്ങളിലേക്കുള്ള ഏത് പ്രതിരോധ ശക്തിയും തകർക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നത് ഏറ്റവും നിർണായകമായ പങ്ക് വഹിക്കുന്നത് നമ്മുടെ ഇന്ത്യൻ മിലിറ്ററി സംവിധാനമാണ്. അപ്പൊ ആ സംവിധാനത്തിന് ഒരു മിസൈൽ സംവിധാനം ലോകത്ത് എവിടെയിരുന്ന ഇന്ത്യയിൽ എവിടെയിരുന്നാലും
ഏത് രാജ്യത്തെയും നമ്മെ ആക്രമിക്കുന്ന ഏത് രാജ്യത്തെയും തകർക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം വിജയമാൻ അറിയപ്പെടുന്നത്. ജനമൈത്രി പോലീസ് കമ്മ്യൂണിറ്റി റിലേഷൻസ് ഓഫീസർ എസ് ശശിധരൻ, PTA പ്രതിനിധി ഗോപിനാഥൻ നായർ, സ്കൂൾ ഹെഡ്മിസ്ട്രസ് ബി രമാദേവി, സീനിയർ അസിസ്റ്റന്റ് എസ് മിനി, എം ആരിഫ ബിബി, NSS ലീഡർമാരായ ആസിഫ് ഖാൻ, അജ്മി സലീം, സ്കൂൾ ലീഡർ എസ് അലക്സ്, സ്കൂൾ പ്രതിനിധി റോയൽ ജോർജ്, NSS പ്രോഗ്രാം ഓഫീസർ KB സുരേഷ് കുമാർ എന്നിവർ സംസാരിച്ചു. ഡോക്ടർ APJ അബ്ദുൽ കലാമിനെ കുറിച്ചുള്ള ഡോക്യുമെന്ററിയും പ്രദർശിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ഈ നിമിഷമായിരുന്നു എന്റെ സ്വപ്നം. ഈ കാഴ്ചയ്ക്കായിരുന്നു എന്റെ കാത്തിരിപ്പ്. ഈ മുഹൂർത്തത്തിനായിരുന്നു ഞങ്ങളുടെ ജീവിതം. ഈ സംഗമത്തിനായിരുന്നു ഞങ്ങളുടെ പ്രാർത്ഥന. പാലത്ര ഫാഷൻ ജുവലേഴ്സ്, as pure as your love. പുനലൂർ, ആലപ്പി, പത്തനംതിട്ട, ചേർത്തല, തോപ്പുംപടി and good. ASL Traders, അലിമുക്ക്, പുനലൂർ. Contact 98465 04688 70250 61801. നിങ്ങളുടെ സ്വപ്ന സൗധങ്ങൾക്ക് വർണ്ണപ്പകിട്ടേകാൻ പുത്തൻ സാങ്കേതിക വിദ്യകളുമായി അലിമുക്കിൽ ASL Traders വിജയകരമായി പ്രവർത്തിച്ചു വരുന്നു. ഏഷ്യൻ പെയിന്റ്സ്, ബർജർ പെയിന്റ് തുടങ്ങി എല്ലാ പ്രമുഖ കമ്പനികളുടെയും എല്ലാവിധ പെയിന്റുകളും ഹോൾസെയിൽ വിലയിൽ ലഭ്യമാണ്. ഡോർ ലോക്സ്, ഹാൻഡിൽസ്, ടവർ ബോൾട്ട്, ഡോർ ഹിഞ്ചസ്, നെയിൽസ്, സ്ക്രൂസ്, അലൂമിനിയം ഫിറ്റിംഗ്സ്, വെൽഡിംഗ് റോഡ്, കട്ടിംഗ് ബ്ലേഡ്സ് തുടങ്ങി എല്ലാവിധ ഹാർഡ്വെയർ ഐറ്റംസും ഇവിടെ ലഭ്യമാണ്. ASL Traders, അലിമുക്ക്, പുനലൂർ. കമ്പനി, പത്തനാപുരം. വാസ്തുവിദ്യയുടെ താളിയോല ഗ്രന്ഥങ്ങളിൽ നിന്നും ആവാഹിച്ചെടുത്ത കരവിരുത്. വാസ്തുവിദ്യയുടെ പൊരുളറിഞ്ഞ 5 പതിറ്റാണ്ടിന്റെ ഉജ്ജ്വല പാരമ്പര്യവുമായി പോൾ ആൻഡ് കമ്പനി, പത്തനാപുരം. കേരളത്തിലെ ഈട്ടിയുടെയും തേക്കിന്റെയും ഈറ്റില്ലമായ പത്തനാപുരത്ത് നിന്നും തുടങ്ങുന്ന ജൈത്രയാത്ര. ഇറക്കുമതി ചെയ്യുന്ന യൂസ് ആൻഡ് ത്രോ ഫർണിച്ചറിന്റെ കാലം കഴിഞ്ഞു. ഇനി ആർഷഭാരതത്തിന്റെ മുഖമുദ്രയായ ഈട്ടിയുടെയും തേക്കിന്റെയും ഫർണിച്ചർ ആജീവനാന്ത ഗ്യാരണ്ടിയോടെ ഉപയോഗിക്കൂ. പോൾ ആൻഡ് കമ്പനി, ഹെഡ് ഓഫീസ് പത്തനാപുരം, ബ്രാഞ്ചസ് കുറ്റൂർ, തിരുവല്ല, തെക്കേമല, കോഴഞ്ചേരി, മണ്ണന്തല, തിരുവനന്തപുരം. പോൾ ആൻഡ് കമ്പനി. സിറ്റി അലൂമിനിയം ട്രേഡേഴ്സ്, ചെമ്മന്തൂർ, പുനലൂർ. വശ്യചാരുതയുടെ പുതിയ ആകർഷണവുമായി സിറ്റി അലൂമിനിയം ട്രേഡേഴ്സ്, പുനലൂർ. മികച്ച പ്രാവീണ്യം നേടിയ ഞങ്ങൾ അലൂമിനിയം പാർട്ടീഷൻ, സൂപ്പർ സ്ലൈഡിംഗ് വിൻഡോസ്, ഫോൾ സീലിംഗ്സ്, സ്ട്രക്ചറൽ ഗ്ലേസിംഗ്, ജിപ്സം ബോർഡ്, PVC ഡോർ, PVC സീലിംഗ്, കിച്ചൺ കബോർഡ് ആക്സസറീസ്, ബാത്റൂം ഡോർസ് കൂടാതെ എല്ലാവിധ അലൂമിനിയം ഫാബ്രിക്കേഷൻ വർക്ക്സും മെറ്റീരിയൽസും ഞങ്ങളിൽ നിന്ന് മിതമായ വിലയിൽ പർച്ചേസ് ചെയ്ത് നിങ്ങളുടെ സൗകര്യാർത്ഥം ചെയ്തു നൽകപ്പെടുന്നു. We offer a new lifestyle. City Aluminium Traders, Chemandur, Punalur. Phone 0475 2220 357 9745 201088. Zodiac Silks, the signature collections of your hometown. ഏവർക്കും സോഡിയാക് സിൽക്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. സമ്മാനങ്ങൾക്ക് അതിർവരമ്പുകളില്ലാതെ സോഡിയാക് സിൽക്സ്, പത്തനാപുരം. ഓരോ 1000 രൂപയുടെ പർച്ചേസിംഗിനും സമ്മാനം ഉറപ്പ്. നറുക്കെടുപ്പിലൂടെ വിജയിക്കുന്നവർക്ക് 1ാം സമ്മാനം യുവർ ഡ്രീം കാർ ഓൾട്ടോ 800. 2ാം സമ്മാനം 3 പേർക്ക് LED ടിവികൾ. 3ാം സമ്മാനം 10 പേർക്ക് സ്മാർട്ട് ഫോൺ. 4ാം സമ്മാനം ഒരാൾക്ക് മൈക്രോ ഓവൻ. 5ാം സമ്മാനം ഇൻഡക്ഷൻ കുക്കർ. 6ാം സമ്മാനം പ്രഷർ കുക്കർ. സോഡിയാക് സിൽക്സ്, പത്തനാപുരം. വസ്ത്രധാരണത്തിൽ നിങ്ങളുടെ മികച്ച കൂട്ടാളി സോഡിയാക് സിൽക്സ്. സ്വപ്നങ്ങൾ നെയ്യുമ്പോൾ അവളിൽ സൗന്ദര്യം നിറയും. ആ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാവാൻ അവൾ കാത്തിരിക്കും. ആ കാത്തിരിപ്പ് അവളുടെ മംഗല്യ മുഹൂർത്തത്തിലാവുമ്പോൾ അതിന് എന്തെന്നുമില്ലാത്തൊരു ശോഭ നൽകും. ആ ശോഭയിൽ അവൾ തിളങ്ങും ഒരു രാജകുമാരിയെ പോലെ. ഷൈനിങ് ഗോൾഡ് 916 ഹാൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷൻസ്. കേരള ഫാഷൻ ജ്വല്ലറി, ഹോസ്പിറ്റൽ ജംഗ്ഷൻ, മെയിൻ റോഡ്, പത്തനാപുരം. ഫോൺ 0475 235545. ഓതർ ആൻഡ് ഫിനിഷർ വർഷിപ്പ് സെന്റർ ഒരുക്കുന്ന ആരാധനയും വിടുതൽ ശുശ്രൂഷയും എല്ലാ ഞായറാഴ്ചയും രാവിലെ 10:30 മുതൽ 1 മണി വരെ പുനലൂർ ചെമ്മന്തൂർ YMCA ഹാളിൽ പാസ്റ്റർ ജോഷി വർഗീസ് ദൈവവചനം ശുശ്രൂഷിക്കുന്നു. ജാതിമത സഭ വ്യത്യാസമന്യേ ഏവർക്കും സ്വാഗതം.
കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക. ഫോൺ 9605061422 9744674066. ഇനി തെരഞ്ഞെടുപ്പ് വാർത്തകൾ. ഗ്രൂപ്പ് പോരിനെ തുടർന്ന് അനിശ്ചിതത്വത്തിലായ സീറ്റ് അപ്രതീക്ഷിതമായി കിട്ടിയതിന്റെ സന്തോഷത്തിലാണ് ചിതറ ഗ്രാമപഞ്ചായത്തിലെ താൽക്കാലിക ജീവനക്കാരിയായ മഞ്ജു. പാർട്ടി പ്രവർത്തകർക്കും ബന്ധുക്കൾക്കുമൊപ്പം മഞ്ജു പ്രചരണ രംഗത്തും സജീവമായി കഴിഞ്ഞു. കഴിഞ്ഞ ഒരു വർഷക്കാലമായി ചിതറ ഗ്രാമപഞ്ചായത്തിലെ താൽക്കാലിക ജീവനക്കാരിയായ മഞ്ജുവിന് UDF സീറ്റ് നൽകുകയായിരുന്നു. ഇരപ്പിൽ വാർഡിലാണ് മഞ്ജുവിന് സീറ്റ് നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ തവണ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ തലവരമ്പെ അൻസറിന്റെ സീറ്റായിരുന്നു ഇരപ്പിൽ. ഇത്തവണ വനിതാ വാർഡായതോടെ മഞ്ജുവിന് നറുക്കു വീഴുകയായിരുന്നു. സ്ഥാനാർത്ഥി നിർണയ സമയത്ത് ഈ വാർഡിൽ ഗ്രൂപ്പ് പോര് ശക്തമായിരുന്നു. പലപ്പോഴും മഞ്ജുവിന്റെ സ്ഥാനാർത്ഥിത്വം അനിശ്ചിതത്വത്തിൽ എത്തുക വരെ ചെയ്തു. കൂടാതെ ഒരു UDF റിബൽ കൂടി മത്സരിക്കുമെന്ന സ്ഥിതി വരെ ഉണ്ടായിരുന്നു. ഒടുവിൽ എതിർപ്പുകളെല്ലാം മറികടന്ന് മഞ്ജുവിനെ UDF സ്ഥാനാർത്ഥിയായി നിശ്ചയിക്കുകയായിരുന്നു. ബന്ധുക്കളോടും പാർട്ടി പ്രവർത്തകരോടുമൊപ്പം പ്രചരണത്തിൽ മഞ്ജു സജീവമാണ്. ന്യൂസ് ബ്യൂറോ, കടയ്ക്കൽ. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കുമെന്ന് പ്രദേശവാസികൾ മുന്നറിയിപ്പ് നൽകി. വീടുകളിലേക്കുള്ള പാത തകർന്നതാണ് പത്തനാപുരം നെടുമ്പറമ്പ് വാർഡിൽപ്പെടുന്ന വോട്ടർമാരെ പ്രകോപിപ്പിച്ചിരിക്കുന്നത്. ഇവിടെ 32ഓളം വീടുകളാണ് ഉള്ളത്. വീടുകളിലേക്ക് പോകേണ്ട വഴി തകർന്നതാണ് പ്രദേശവാസികൾ പ്രതിഷേധവുമായി രംഗത്തിറങ്ങാൻ കാരണം. 6 മാസം മുമ്പ് പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് വയലിന് ഇടയിലൂടെയുള്ള പാത പുനർനിർമ്മിച്ചെങ്കിലും പാത തകർന്ന സ്ഥിതിയിലാണ്. നിർമ്മാണത്തിലെ പാകപ്പിഴയാണ് സംരക്ഷണ ഭിത്തി തകർന്നു പോകാൻ കാരണമായത്. മഴ പെയ്താൽ റോഡിൽ ചെളി നിറഞ്ഞ് കുട്ടികളും മുതിർന്നവരും കാൽ വഴുതി വീഴുന്നതും പതിവായിട്ടുണ്ട്. ഇരുചക്രവാഹനമെങ്കിലും കടന്നു വരുന്ന തരത്തിൽ തങ്ങൾക്ക് പാത ഒരുക്കി തരണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. 2 തവണ പഞ്ചായത്തിൽ പോയി മെമ്പറെ കണ്ടു പറയുകയും മെമ്പർ അത് നോക്കിക്കൊള്ളാൻ പറയും. വീണ്ടും അത് മെമ്പർ തന്നെ അത് ഉപേക്ഷിച്ച് കളയുകയും ചെയ്തൊരവസ്ഥ വന്നപ്പോൾ ഈ ഇലക്ഷൻ ഇതിനെക്കുറിച്ച് തീരുമാനമാകാതെ ഞങ്ങൾ വോട്ട് ചെയ്തിട്ടില്ല. ഞങ്ങൾ ബഹിഷ്കരിക്കാനുള്ള തീരുമാനം. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. ഫ്ലക്സ് ബോർഡുകളുടെ കടന്നുകയറ്റം ചുവരെഴുത്ത് കലാകാരന്മാർക്ക് ഭീഷണിയാകുന്നു. ചുവരെഴുത്തിന്റെ പ്രാധാന്യവും കുറയുകയാണ്. പുനലൂർ ബ്യൂറോയിൽ നിന്നും മനോജ് വൻവിള തയ്യാറാക്കിയ റിപ്പോർട്ട്. ഫ്ലെക്സ് ബോർഡുകളുടെ കടന്നുകയറ്റം കടുത്ത ഭീഷണിയായത് ചുവരെഴുത്ത് കലാകാരന്മാർക്കാണ്. ചുവരെഴുത്ത് എന്ന കല അന്യം നിന്നുപോയെന്ന് തന്നെ പറയാം. കൂറ്റൻ കമാനങ്ങൾ പോലും ഫ്ലെക്സ് പ്രിന്റുകളാൽ അലങ്കൃതമായി. കൂറ്റൻ ബോർഡുകളിൽ ഏണിച്ചാരി നിന്ന് ചിത്രം വരയ്ക്കുന്ന കലാകാരന്മാർ ഒരു കാലത്ത് കേരളത്തിന്റെ നിരത്തുകളിലെ പ്രധാന കാഴ്ചയും ജീവിതോപാധിയുമായിരുന്നു. എന്നാൽ ഇന്ന് ചുവരെഴുത്ത് കലാകാരന്മാർ ഇല്ലെന്ന് തന്നെ പറയാം. പലരും ഈ തൊഴിൽ ഉപേക്ഷിച്ച് മറ്റു തൊഴിൽ തേടിപ്പോയി. കടബാധ്യതകളും ജീവിത പ്രാരാബ്ദങ്ങളുമാണ് മിക്കവരെയും ഇങ്ങനെ ചിന്തിക്കാൻ പ്രേരിപ്പിച്ചത്. അപൂർവം ചിലർ മാത്രമാണ് ഇന്നും പിടിച്ചു നിൽക്കുന്നത്. ഇക്കുറി നടക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ചുവരെഴുത്ത് മിക്ക രാഷ്ട്രീയ പാർട്ടികളും പ്രധാന പ്രചരണായുധമാക്കിയപ്പോൾ ജീവൻ വെച്ചത് ചുവരെഴുത്ത് കലാകാരന്മാർക്കാണ്. ഇപ്പോഴേ ചുവരെഴുത്തില്ല, ഫ്ലെക്സ് ബോർഡും മറ്റുള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പം നീങ്ങിപ്പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ വളരെ സന്തോഷപൂർവ്വമായിട്ടാണ് അപൂർവമായിട്ട് വരുന്ന ഈ ചുവരെഴുത്തുകൾ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വളരെ സന്തോഷകരമായിട്ട്. കരവിരുതിന്റെ കരുത്തു തെളിയിച്ച നിറമുള്ള ബ്രഷുകൾ കുമ്മായം പൂശിയ ഭിത്തിയിൽ ചിത്രങ്ങളും അക്ഷരങ്ങളുമാകുമ്പോൾ നിറമങ്ങിയ ജീവിതത്തിൽ ഒരിറ്റ് പ്രതീക്ഷയാവുകയാണ് ഈ തെരഞ്ഞെടുപ്പ്. മനോജ് വന്മള, ലൈവ് വാർത്ത, പുനലൂർ. ഇനി സ്വർണ്ണവെള്ളി നിരക്കുകൾ. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പവിത്രം ജുവല്ലേഴ്സ്, പുനലൂർ. പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പവിത്രം ജുവല്ലേഴ്സ്, പുനലൂർ. പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പത്രിക പിൻവലിക്കൽ പൂർത്തിയായി. തെരഞ്ഞെടുപ്പ് രംഗം സജീവം. കോൺഗ്രസ് റബലായി മത്സരിക്കുമെന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ വിമ്പിളക്കിയ DCC സെക്രട്ടറി കെട്ടിടത്തിൽ സുലൈമാൻ മണിക്കൂറുകൾക്കകം മലക്കം മറിഞ്ഞു. ഒടുവിൽ പത്രിക പിൻവലിച്ച് നേതാക്കൾക്ക് മുന്നിൽ കുറ്റസമ്മതം നടത്തി. വിളക്കുടി ഗ്രാമപഞ്ചായത്ത് മഞ്ഞമൺകാല വാർഡിൽ സ്ഥാനാർത്ഥികളുടെ ഫ്ലെക്സ് ബോർഡും തോരണങ്ങളും നശിപ്പിച്ചതായി പരാതി. ആരോപണ പ്രത്യാരോപണങ്ങളുമായി സ്ഥാനാർത്ഥികൾ രംഗത്ത്. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് www.livevarta.com സന്ദർശിക്കുക. നമസ്കാരം.
ലൈവ് വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പുനലൂർ ഇലക്ട്രിക്കൽസ്, വെറൈറ്റി ലേഡീസ് കളക്ഷൻസ് പുനലൂർ, കിങ്സ് മെഡിക്കൽ ലാബ് പുനലൂർ, ഇടിമണിക്കൽ ജുവലറി പുനലൂർ, കുരുമ്പേലിൽ ഇലക്ട്രോണിക്സ് പുനലൂർ, ശങ്കർ സായി ഹോസ്പിറ്റൽ പുനലൂർ ആൻഡ് SS ഫർണിച്ചർ ആൻഡ് ഇലക്ട്രോണിക്സ് കുന്നിക്കോട്.